നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൈവള്ളികയിൽ 15-കാരിയെയും അയൽവാസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. കുമ്പള സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇ അനൂപ് കുമാറാണ് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഫെബ്രുവരി 12-നാണ് ഇവരെ കാണാതാകുന്നത്. അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പരിസര പ്രദേശങ്ങൾ അന്വേഷിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാളും ഫോൺ ഉപേക്ഷിച്ച് കർണാടകയോ മറ്റോ പോയിട്ടുണ്ടാകാമെന്നാണ് വീട്ടുകാരും ബന്ധുക്കളും പറഞ്ഞത്. തുടർന്ന് ആ വഴിയും അന്വേഷണം നടത്തി. എന്നാൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് അവിടെയും പരിശോധന നടത്തിയത്. ഈ പ്രദേശത്ത് ഒരു കോഴി ഫാം ഉണ്ട്. അതിന്റെ മണമുള്ളതിനാൽ മൃതദേഹം അഴുകിയതിന്റെ മണം പുറത്തു വന്നില്ല. പരിസരത്തെ വീടുകളിൽ എന്തെങ്കിലും അസാധാരണ മണം വന്നിരുന്നോ എന്ന് അന്വേഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. തുടർന്ന് കാട്ടിലേക്ക് അന്വേഷണം നടത്താൻ തീരുമാനിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുമ്പോൾ അവർ ഇവിടെ ഉണ്ടാകില്ലെന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞത്. അതാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയത്. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് വീട് പരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് കർശനമാക്കിയത്. ഡോഗ് സ്ക്വാഡും ഡ്രോണും ഉപയോഗിച്ചായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്കടുത്ത് 2 ഫോണും കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു. ഒരു സാധനങ്ങളും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഇരുവരും തമ്മിൽ നാളുകളായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പരസ്പരം വിളിക്കാറും ഉണ്ടെന്നും ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു. എന്നാൽ 1 വർഷം മുമ്പ് ഇവരുടെ ബന്ധത്തിൽ ചൈൽഡ് ലൈനിൽ പരാതി ലഭിച്ചിരുന്നു. ഇത് അന്വേഷിച്ചപ്പോൾ സഹോദര സ്നേഹം എന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടുകാരും ഇത് അംഗീകരിച്ചിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇയാൾക്ക് വരാം. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. വീട്ടുകാരുമായും നല്ല അടുപ്പത്തിലായിരുന്നു. ഇയാൾക്കൊപ്പം ക്ഷേത്രത്തിലൊക്കെ പോകുമായിരുന്നു പെൺകുട്ടി. നേരത്തെ ഓട്ടോ ഓടിക്കുന്നതായിരുന്നു ജോലി. കാർ എടുത്തപ്പോൾ ഡ്രൈവറായി ജോലിക്ക് പോയിരുന്നു എന്നും പോലീസ് പറയുന്നു. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. തൂങ്ങി മരിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാലത്തെ പറ്റി വ്യക്തത വരികയുള്ളൂ. സംഭവത്തിൽ സ്വാഭാവിക മരണത്തിന് കേസെടുത്തതായും ഇ അനൂപ് കുമാർ പറയുന്നു. ഫെബ്രുവരി 11-ന് സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ല എന്ന വിവരമാണ് അനുജത്തിയാണ് മാതാപിതാക്കളെ അറിയിച്ചത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നാണ് മകൾ പുറത്തേക്ക് പോയതെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലായി. പിന്നീട് തിരച്ചിലായിരുന്നു. പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി. കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നത്. പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറായ പ്രദീപിലേക്ക് തന്നെയാണ് നീണ്ടത്. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വിശ്വസ്തനായിരുന്നു ഈ പ്രദീപ്. പെൺകുട്ടിയുടെ അച്ഛന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത് പ്രദീപായിരുന്നു. ഇയാൾ ആ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. കുട്ടിയെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞപ്പോൾ പിതാവ് ആദ്യം ഫോൺ ചെയ്തത് പ്രദീപിനെ ആയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസമാണ് പ്രദീപിന്റെ ഫോണും ഓഫായത്. അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. ഇയാളുടെ ഫോണും 12-ാം തീയതി സ്വിച്ച് ഓഫായി. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തെരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും അതുപോലെ തന്നെ കൂർഗിലെയും ബന്ധുവീടുകളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് കുട്ടിയുടെ മാതാവ് മഞ്ചേശ്വരം MLA AKM അഷ്റഫിനെ വിവരം അറിയിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് SP-ക്ക് അപേക്ഷ നൽകി. ഞായറാഴ്ച 7ഓളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് 90 ഏക്കർ വിസ്തൃതിയിലുള്ള കാട്ടിൽ വ്യാപക തെരച്ചിൽ നടത്തി. ഈ തെരച്ചിലാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പുമല്ലാതെ മറ്റ് വസ്തുക്കളൊന്നും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നില്ല. 10ാം ക്ലാസ് മോഡൽ പരീക്ഷയും IT പ്രാക്ടിക്കൽ പരീക്ഷയും പെൺകുട്ടി എഴുതിയിരുന്നു. SSLC പരീക്ഷയ്ക്ക് എത്താതിരുന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ പെൺകുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയത്. ഇതേ തുടർന്ന് ചൈൽഡ് ലൈനിന് പരാതി നൽകുകയായിരുന്നു.